അപരാജിത കുതിപ്പുമായി വീണ്ടും ഒരിക്കൽ കൂടി ഏഷ്യൻ ക്രിക്കറ്റിലെ രാജാക്കന്മാരായി മാറിയിരിക്കുകയാണ് ടീം ഇന്ത്യ. കളിച്ച 7 മത്സരങ്ങളിലും വെന്നിക്കൊടി പാറിച്ചാണ് സൂര്യകുമാർ യാദവിന് കീഴിൽ ടീം കിരീടത്തിൽ മുത്തമിട്ടത്. ചിരവൈരികളായ പാകിസ്ഥാൻ 3ാം തവണയും ടൂർണമെന്റിൽ ഇന്ത്യക്ക് മുന്നിൽ മുട്ടുമടക്കുന്നതിനും ഫൈനൽ സാക്ഷിയായി. ത്രില്ലിംഗ് ഫൈനലിൽ 5 വിക്കറ്റിന്റെ വിജയമാണ് ഇന്ത്യ ആഘോഷിച്ചത്. അടുത്ത വർഷം നടക്കാനിരിക്കുന്ന ICC T20 വേൾഡ് കപ്പിനുള്ള തയ്യാറെടുപ്പും ഇന്ത്യ ഗംഭീരമാക്കിയിരിക്കുകയാണ്. പക്ഷേ അടുത്ത T20 വേൾഡ് കപ്പിൽ കിരീടമുയർത്താൻ ഈ കളി മതിയോ? ഇത് പോരെ എന്ന് തന്നെയായിരിക്കും തീർച്ചയായും അതിനുള്ള ഉത്തരം. വേൾഡ് കപ്പിന് മുമ്പ് പല കാര്യങ്ങളിലും ഇന്ത്യ ഇനിയുമേറെ മെച്ചപ്പെടാനുണ്ട്. എങ്കിൽ മാത്രമേ ഓസ്ട്രേലിയ, സൗത്ത് ആഫ്രിക്ക ഉൾപ്പെടെയുള്ള കരുത്തരായ എതിരാളികൾക്കെതിരെ ഇന്ത്യക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുകയുള്ളൂ. ഇന്ത്യ മെച്ചപ്പെടുത്തേണ്ട 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇന്ത്യൻ T20 ടീമിനെ സംബന്ധിച്ച് ആദ്യത്തെ വീക്ക്നെസ് പവർ പ്ലേയിലെ ബോളിംഗ് പ്രകടനം തന്നെയാണ്. ആദ്യത്തെ 6 ഓവറുകളിൽ പ്രതീക്ഷിച്ചതുപോലെ വിക്കറ്റുകൾ എടുക്കാൻ ഇന്ത്യക്ക് സാധിക്കുന്നില്ല. ഏഷ്യ കപ്പിന്റെ ഫൈനലിൽ ഉൾപ്പെടെ ചില മത്സരങ്ങളിൽ ഇത് ടീമിനെ വലയിക്കുകയും ചെയ്തു. സ്റ്റാർ പേസർ ജസ്പ്രീത് ബുംറയ്ക്കൊപ്പം T20 സ്പെഷ്യലിസ്റ്റായ ഇടങ്കയ്യൻ ഫാസ്റ്റ് ബോളർ ഹർഷദീപ് സിംഗിനെയും മുഴുവൻ T20കളിലും ഇന്ത്യ നിർബന്ധമായും കളിപ്പിക്കണം. എങ്കിൽ മാത്രമേ പവർ പ്ലേയിലെ വിക്കറ്റ് ദാരിദ്ര്യം അവസാനിപ്പിക്കാൻ കഴിയൂ. ഏഷ്യ കപ്പിൽ ബുംറയ്ക്കൊപ്പം ഓൾറൗണ്ടർ ഹാർദിക് പാണ്ഡ്യയെയാണ് ന്യൂ ബോളിൽ ഇന്ത്യ പരീക്ഷിച്ചത്. പക്ഷേ T20 വേൾഡ് കപ്പിൽ ഇത് ആവർത്തിക്കാതിരിക്കുന്നതാവും ടീമിന് നല്ലത്. ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ച് രണ്ടാമത്തെ വലിയ തലവേദന ക്യാപ്റ്റനും സ്റ്റാർ ബാറ്ററുമായ സൂര്യകുമാർ യാദവിന്റെ മോശം ഫോമാണ്. T20 ടീമിന്റെ നായകസ്ഥാനം ഏറ്റെടുത്തത് മുതൽ ബാറ്റർ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ കരിയർ ഗ്രാഫ് കുത്തനെ താഴേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഏഷ്യ കപ്പിലും അതിൽ മാറ്റമുണ്ടായിട്ടില്ല. കഴിഞ്ഞ IPL കരിയർ ബെസ്റ്റ് പ്രകടനമാണ് മുംബൈ ഇന്ത്യൻസിനായി സൂര്യകുമാർ കാഴ്ചവെച്ചത്. അന്ന് ക്യാപ്റ്റൻസിയുടെ സമ്മർദ്ദമില്ലാതെ കളിക്കാനും അദ്ദേഹത്തിനായിരുന്നു. പക്ഷേ ദേശീയ ടീമിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ സൂര്യ ശരിക്കും തപ്പിത്തടയുകയാണ്. ഏഷ്യ കപ്പിലെ 6 ഇന്നിംഗ്സുകളിൽ നിന്ന് വെറും 72 റൺസ് മാത്രമേ അദ്ദേഹത്തിന് നേടാനായുള്ളൂ. വേൾഡ് കപ്പിന് മുമ്പ് ബാറ്റിംഗിൽ സൂര്യ തന്റെ യഥാർത്ഥ ടച്ച് വീണ്ടെടുത്തേ തീരൂ. ഇല്ലെങ്കിൽ ഇത് ടീമിന് വലിയ ക്ഷീണമായി മാറുമെന്നതിൽ സംശയമില്ല. ഇന്ത്യൻ ടീമിന് തിരിച്ചടിയാവുന്ന 3ാമത്തെ കാര്യം ബാറ്റിംഗ് ഓർഡറിൽ ഒരു കൃത്യതയില്ല എന്നതാണ്. ഏഷ്യ കപ്പിൽ ഓപ്പണിംഗിലൊഴികെ മറ്റു പൊസിഷനുകളിലെല്ലാം വലിയ അഴിച്ചുപണികൾ ഓരോ മത്സരത്തിലും ഇന്ത്യ നടത്തിക്കൊണ്ടിരുന്നു. പക്ഷേ ഈ രീതിയിൽ ബാറ്റിംഗ് ഓർഡറിലെ പരീക്ഷണങ്ങൾ ടീമിന് ഗുണത്തേക്കാൾ ദോഷമാണ് ചെയ്യുക. അതിനാൽ ബാറ്റിംഗ് ഓർഡറിൽ ഓരോ പൊസിഷനിലും ആരൊക്കെയെന്ന കാര്യത്തിൽ കോച്ച് ഗൗതം ഗംഭീറിന് വ്യക്തമായ ധാരണ ആവശ്യമാണ്. എങ്കിൽ മാത്രമേ കെട്ടുറപ്പുള്ള ടീമായി മാറാൻ ഇന്ത്യക്ക് സാധിക്കുകയുള്ളൂ. നിങ്ങളുടെ അഭിപ്രായത്തിൽ അടുത്ത വേൾഡ് കപ്പിന് മുന്നോടിയായി ഇന്ത്യൻ ടീമിൽ വരുത്തേണ്ട മാറ്റങ്ങൾ എന്തൊക്കെയാണ്? കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.